തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാൻ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നും നാളെയും തിരുവനന്തപുരത്ത് ചേരുകയാണ്. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾക്കെതിരായ ജനവികാരമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ വലിയ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. LDFിൻ്റെ ഒരു അടിയന്തര നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ തോറ്റെന്ന് പറഞ്ഞാൽ പോരെ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇത്രയും ടെൻഷൻ പിടിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ട്? വലിയ ചർച്ച നടത്തി അവസാനം കണ്ടുപിടിക്കേണ്ട ഒരു ഗവേഷണ വിഷയമൊന്നും അല്ലല്ലോ ഇത്. എസ് കെ ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചത് ശരിയാണ്. അതായത് സാധാരണ പാർട്ടി അനുഭാവികൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് പാർട്ടിയുടെ ഇത്തരം അനുമാനങ്ങൾ എത്തുക. എന്തുകൊണ്ട് തോറ്റു എന്ന് സാധാരണ ജനങ്ങളോട് പറയേണ്ട, അല്ലെങ്കിൽ അത് തിരുത്തേണ്ട കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് CPM ആലോചിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CPMന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ഇന്നലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇന്നും നാളെയുമായി സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇതിലൊക്കെ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ഇതിൽ ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ പ്രധാനപ്പെട്ട വാദമായി ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ആ ഭരണസമിതികൾക്കെതിരെ ഉണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഇത്തരത്തിൽ വലിയ തോൽവിയിലേക്ക് എത്തിച്ചത് എന്നുള്ള പ്രാഥമികമായ അനുമാനമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്, സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകൾ പലയിടങ്ങളിലും ഉണ്ടായി. കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായില്ല. താഴെത്തട്ടിൽ നിന്ന് വന്ന കണക്കുകളിൽ വലിയ രീതിയിൽ പിശകുണ്ടായി. അത് ആളുകളുമായുള്ള ബന്ധത്തിൽ, അതായത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പാർട്ടിക്ക് വന്ന അകൽച്ച എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അത് താഴേക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയം ആക്കാൻ UDFന് സാധിച്ചു, കോൺഗ്രസിന് സാധിച്ചു. പകരം അത് കൃത്യമായി അതിനെ കൗണ്ടർ ചെയ്യാൻ CPMന് ആയില്ല. ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അടക്കം പിടിയിലായതും പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതും പാർട്ടി നിലപാടനുസരിച്ച്, അതായത് പാർട്ടിക്ക് അതിൻ്റെ സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിലായിരിക്കും അത്തരം നിലപാട് സ്വീകരിക്കുക. പക്ഷേ അതൊന്നും ജനങ്ങളെ വിശ്വസിപ്പിക്കാനോ ജനങ്ങൾക്ക് മുമ്പിൽ അത് പ്രചരിപ്പിക്കാനോ ആയില്ല എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തുന്നത്. ആ തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. താഴെത്തട്ടിലേക്ക് എത്തും. കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പറഞ്ഞത്, കണക്കു നിരത്തി എന്താണെങ്കിലും പരാജയത്തെ ന്യായീകരിക്കാനില്ല, തോറ്റെങ്കിൽ തോറ്റെന്ന് തന്നെ പറയണം. CPI ആ തരത്തിലുള്ള വിലയിരുത്തലായിരിക്കും CPI നടത്തുക എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. എന്താണെങ്കിലും കാണാം, ഈ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം CPM എത്തുന്ന നിലപാട് എന്താണെന്ന് കാണാം. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിലെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു LDF യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നുള്ളത്. ഇന്ന് 2:30 മണിക്ക് LDF യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായി കേന്ദ്ര സർക്കാരിനെതിരെ, അതായത് BJP സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർജിച്ച ജനവിശ്വാസം തിരിച്ചെടുക്കുക, ഒപ്പം ഇടതനുഭാവികളെ കൂടെ നിർത്താനൊക്കെ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകണമെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. അതിൽ പ്രധാനമായി ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് CPM ആലോചിക്കുന്നത്. സമര കേന്ദ്രങ്ങളടക്കം ഒരുപക്ഷെ ഇന്നത്തെ LDF യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും. ഈ LDF യോഗത്തിൽ പ്രധാനമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയവും കൂടി ഒരുപക്ഷെ ചർച്ചയായി വരാൻ സാധ്യതയുണ്ട്. താങ്ക് യു അലക്സ് മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.